ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം. മാസം 80,000 രൂപയ്ക്ക് മുകളിൽ കമ്മീഷൻ അടിസ്ഥാനത്തിൽ വരുമാനം നേടാൻ അവസരം. അൽ ഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫസ്റ്റ് ഫ്ലോർ, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. നമസ്കാരം. പ്രധാന വാർത്തകൾ. കുളപ്പുള്ളി തൃപ്പൂറ്റക്കാവ് പരിസരത്ത് അറവ് മാലിന്യം തള്ളിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി BJP. അവശിഷ്ടങ്ങൾ ഉന്തുവണ്ടിയിലാക്കി ഷൊർണൂർ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ പ്രവർത്തകർ സെക്രട്ടറിയെ ഉപരോധിച്ചു. 1.5 മണിക്കൂറോളം നീണ്ട സമരം അവസാനിപ്പിച്ചത് അറവ് മാലിന്യം തള്ളിയ സാമൂഹ്യവിരുദ്ധരെ ഉടൻ കണ്ടെത്തുമെന്ന് പോലീസ് സാന്നിധ്യത്തിൽ ലഭിച്ച ഉറപ്പിനെ തുടർന്ന്. ശുചിത്വ നഗരസഭയുടെ ഭരണക്കാർ മാലിന്യ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് BJP നേതാക്കൾ. ക്വാറി മാഫിയകൾക്കും വെടിമരുന്ന് കമ്പനികൾക്കും അനുമതി നൽകാതിരുന്നതാണ് മുതലമട പഞ്ചായത്തിൽ ഭരണ അട്ടിമറിക്ക് ഇടയാക്കിയതെന്ന് ആക്ഷേപം. ആരോപണവുമായി രംഗത്ത് വന്നത് മുൻ പഞ്ചായത്ത് അധ്യക്ഷയും ഉപാധ്യക്ഷനും. അഴിമതിയുടെ കാര്യത്തിൽ CPM-ഉം കോൺഗ്രസും BJP-യും ഒറ്റക്കെട്ടെന്നും സ്വതന്ത്രാംഗങ്ങൾ. കോട്ടായിയിൽ പഴയ സർക്കാർ ആശുപത്രി കെട്ടിടം തകർച്ചയുടെ വക്കിൽ. പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിൽ നിന്ന് ആശുപത്രിയുടെ പ്രവർത്തനം മാറ്റി. നടപടി പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് കാത്തിരിക്കാതെ. ലക്കിടിയിൽ ഹെൽത്ത് സ്ക്വാഡിന്റെ മിന്നൽ പരിശോധന. ഫാസ്റ്റ് ഫുഡ് ഷോപ്പിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. അമാന ഹോട്ടലിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടുന്നത് ഇത് 6ാം തവണ. മങ്കര റെയിൽവേ സ്റ്റേഷനു സമീപം റെയിൽവേ ട്രാക്കിൽ സിവിൽ പോലീസ് ഓഫീസർ ട്രെയിനി മരിച്ച നിലയിൽ. മരിച്ചത് മുട്ടിക്കുളങ്ങര KAP-2 ബറ്റാലിയനിലെ ട്രെയിനി 29 വയസ്സുള്ള അഭിജിത്ത്. മുഖമിനുക്കി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള നവീകരണം അവസാന ഘട്ടത്തിൽ. എല്ലാ പ്ലാറ്റ്ഫോമുകളിലേക്കും ലിഫ്റ്റ് സൗകര്യം ഒരുങ്ങുന്നു. പറളി പഞ്ചായത്ത് ഹാളിന്റെ സീലിംഗ് അടർന്നു വീണ് 1 വർഷമായിട്ടും പുതുക്കിപ്പണിയാൻ നടപടിയായില്ല. മെമ്പർമാരുടെ ഇരിപ്പിടം ഇപ്പോൾ കോവിഡ് വാർ റൂമിൽ. പഞ്ചായത്ത് സെക്രട്ടറിയുടെ അനാസ്ഥയെന്ന് BJP അംഗങ്ങൾ. വാർത്തകൾ വിശദമായി. തൃപ്പൂറ്റക്കാവ് ക്ഷേത്ര പരിസരത്ത് അറവ് മാലിന്യം തള്ളിയ സംഭവത്തിൽ നഗരസഭ മൗനം പാലിക്കുകയാണെന്നാരോപിച്ച് BJP പ്രതിഷേധം. BJP പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. ശുചിത്വ മുനിസിപ്പാലിറ്റിയുടെ ഭരണക്കാർ ഗുരുതരമായ വിഷയത്തിൽ നിർഭാഗ്യകരമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് BJP നേതാക്കൾ പറഞ്ഞു. കുളപ്പുള്ളി തൃപ്പൂറ്റക്കാവ് ക്ഷേത്ര പരിസരത്ത് സാമൂഹ്യവിരുദ്ധർ തള്ളിയ അറവുശാല അവശിഷ്ടങ്ങൾ ഉന്തുവണ്ടിയിലാക്കി പ്രതിഷേധ മാർച്ചായാണ് BJP പ്രവർത്തകർ നഗരസഭയിലെത്തിയത്. തുടർന്ന് 1.5 മണിക്കൂറോളം സെക്രട്ടറിയെ ഉപരോധിച്ചു. പ്രദേശത്ത് തള്ളിയ മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്തിട്ടില്ലെന്ന് BJP ആരോപിച്ചു. സമരം നീണ്ടുപോയതോടെ പോലീസ് സ്ഥലത്തെത്തി. പോലീസിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ സാമൂഹ്യവിരുദ്ധരെ ഉടൻ കണ്ടെത്തുമെന്ന ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. സമ്പൂർണ്ണ ശുചിത്വം പാടി നടക്കുന്നവർ ഇത്തരമൊരു സുപ്രധാന വിഷയത്തിൽ മൗനം പാലിക്കുന്നത് നിർഭാഗ്യകരമാണെന്ന് BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടി. സംഭവസ്ഥലം സന്ദർശിക്കാനോ വിഷയത്തിൽ ഇടപെടാനോ ചെയർമാനോ മറ്റു ഉദ്യോഗസ്ഥരോ തയ്യാറായിട്ടില്ല. ഈ നിലപാട് തുടർന്നാൽ കൂടുതൽ ശക്തമായ സമര പരിപാടികളെ നേരിടേണ്ടി വരുമെന്ന് BJP മുന്നറിയിപ്പ് നൽകി. ഷൊർണൂർ നഗരസഭ മാലിന്യമുക്ത നഗരസഭയാണെന്ന് പറഞ്ഞിട്ട് മന്ത്രിയുടെ വലിയ കൊട്ടിഘോഷം, നഗരസഭാ ചെയർമാൻ്റെ കൊട്ടിഘോഷം, സെക്രട്ടറി വലിയ സന്തോഷവാൻ. ഷൊർണൂർ പല ഭാഗങ്ങളിലും മാലിന്യം നിറഞ്ഞുകൂടിയിരിക്കുക. അത് അറവ് മാലിന്യമാണ്. പല മേഖലയിലും അറവ് മാലിന്യം. അത് പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളുടെ പരിസരത്താണ് അറവ് മാലിന്യം കൊണ്ടുപോയത്. അതിൽ വേറെ ചില ഛേദോവികാരങ്ങളുണ്ട് അതിൻ്റെ പേരിൽ.
കുളപ്പുള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ മുന്നിലും തൃപ്പറ്റ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുമായിട്ടാണ് ഈ അറവ് മാലിന്യം കൊണ്ടുപോയി നിക്ഷേപിച്ചത്. ഇന്നലെ നിക്ഷേപിച്ച അറവ് മാലിന്യം നമ്മൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ വന്ന് അവരതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് പോയി. വീണ്ടും ഇന്നും ആ പാടം മുഴുവൻ പല മേഖലയിലായിട്ട് അറവ് മാലിന്യം കൊണ്ടുപോയി തള്ളിയിരിക്കുകയാണ്. ക്ഷേത്രങ്ങളെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക തരം ടീമിൻ്റെ കളിയാണ് ഇത്. അത് സെക്രട്ടറിയുടെ അടുത്ത് പരാതി കൊടുക്കുമ്പോൾ സെക്രട്ടറിക്ക് അന്വേഷിക്കാം, നോക്കട്ടെ. അത് കിട്ടിയിട്ടില്ല. അതിനൊരു ലാഘവത്തോടു കൂടെയാണ് സെക്രട്ടറി കണ്ടിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ.പി. നന്ദകുമാർ, ജില്ലാ സെക്രട്ടറി കെ പ്രസാദ്, ജില്ലാ സെൽ കോർഡിനേറ്റർ എം.പി. സതീഷ് കുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറി എ. ഗോപകുമാർ, ഏരിയ പ്രസിഡന്റ് മനോജ് ആറാണി, കൗൺസിലർ നിഷ ശശികുമാർ, കെ.ടി. രവിദാസ്, പ്രദീപ് തൃപ്പറ്റ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കുളപ്പുള്ളി തൃപ്പറ്റക്കാവ് പരിസരത്ത് ജനവാസ മേഖലയിൽ അറവുശാല മാലിന്യങ്ങൾ തള്ളിയതിനെതിരെ വ്യാപക പ്രതിഷേധം. ബി.ജെ.പി. കുളപ്പുള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. തൃപ്പറ്റക്കാവ് ക്ഷേത്രം പരിസരത്ത് നിന്ന് ആരംഭിച്ച പന്തം കൊളുത്തി പ്രകടനം ചിന്താമണി സെന്ററിൽ സമാപിച്ചു. രാത്രിയുടെ മറവിലാണ് സാമൂഹ്യ വിരുദ്ധർ അറവ് മാലിന്യങ്ങൾ ക്ഷേത്ര പരിസരത്ത് തള്ളിയതെന്നും ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യണമെന്നും പ്രകടനം ഉദ്ഘാടനം ചെയ്ത ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് ആവശ്യപ്പെട്ടു. സമ്പൂർണ്ണ ശുചിത്വ മുനിസിപ്പാലിറ്റി എന്ന് പ്രസംഗിക്കുകയും തെരുവിൽ അറവ് മാലിന്യം തള്ളുന്നത് തടയാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നത് പരാജയമാണ്. നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഷൊർണൂരിന്റെ നഗരപ്രദേശത്തെ കണ്ടുകാണും. നഗരത്തെ ശുചിത്വവൽക്കരിക്കുവാൻ വേണ്ടി നഗരത്തെ ഭംഗിയാക്കുന്ന പൂച്ചട്ടികൾ വയ്ക്കുന്നു, തോട്ടങ്ങൾ നിർമ്മിക്കുന്നു, നഗരവനം നിർമ്മിക്കുന്നു. മുഴുവനും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകൾ ശേഖരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. ഈ പരിപാടികളൊക്കെ തന്നെ ഇവിടെ നടത്തുന്ന സമയത്തും അടിസ്ഥാനപരമായി മാലിന്യ സംസ്കരണത്തിന് എന്താണ് വേണ്ടത് എന്ന് വിലയിരുത്താതെ, ചിന്തിക്കാതെ AC കാറിൽ ഞെലഞ്ഞിരുന്ന് ഉദ്ഘാടന പ്രസംഗങ്ങളിലേക്ക് മാത്രം വഴിതിരിച്ചുവിടുന്ന ഒരു ചെയർമാനും അതിന് കുടപിടിക്കുന്ന ഒരു സെക്രട്ടറിയും ഈ നഗരസഭയിലുണ്ട് എന്ന കാര്യം വിസ്മരിക്കാതെയാണ് ഇന്ന് ഈ പ്രതിഷേധ പരിപാടി ഇവിടെ ബി.ജെ.പി. സംഘടിപ്പിച്ചത്. ക്ഷേത്ര പരിസരത്ത് അറവ് മാലിന്യം തള്ളിയതിനെതിരെ വാർഡ് കൌൺസിലർ പോലീസ് സ്റ്റേഷനിലും സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ അധികൃതർ സ്ഥലം സന്ദർശിച്ചില്ലെന്ന് ബി.ജെ.പി. ആരോപിച്ചു. ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി സിനി മനോജ്, ഏരിയ പ്രസിഡന്റ് മനോജ് ആറാണി, ഏരിയ ജനറൽ സെക്രട്ടറി റിനു റാം, നിഷ ശശികുമാർ, ഇ.പി. നന്ദകുമാർ, കെ പ്രസാദ്, എ. ഗോപകുമാർ, കെ.ടി. രവിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കൃഷ്ണദാസ് കണയം, സുരേഷ് കണയം, പ്രദീപ് തൃപ്പറ്റ, ഗോപി തൃപ്പറ്റ, സത്യൻ കണയം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ക്വാറി മാഫിയകൾക്കും വെടിമരുന്ന് കമ്പനികൾക്കും അനുമതി നൽകാത്തതാണ് മുതലമട പഞ്ചായത്തിലെ ഭരണ അട്ടിമറിക്ക് ഇടയാക്കിയതെന്ന് ആരോപണം. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമാണ് ആരോപണവുമായി രംഗത്ത് വന്നത്. അഴിമതിയുടെ കാര്യത്തിൽ CPM-ഉം കോൺഗ്രസും BJP-യും ഒറ്റക്കെട്ടാണെന്ന് സ്വതന്ത്ര മെമ്പർമാരായ കൽപ്പന ദേവി, താജുദ്ദീൻ എന്നിവർ ആരോപിച്ചു. ജനാധിപത്യ വിരുദ്ധമായാണ് CPM മുതലമട പഞ്ചായത്ത് ഭരണം പിടിച്ചടക്കിയതെന്നും ഇരുവരും വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. CPM 9, കോൺഗ്രസ് 6, BJP 3, സ്വതന്ത്രർ 3 എന്നിങ്ങനെയാണ് മുതലമട പഞ്ചായത്തിലെ കക്ഷിനില. BJP-യുടെ പിന്തുണയോടെ ഭരണത്തിലേറിയ CPM സ്വജനപക്ഷപാതം കാണിച്ചതോടെയാണ് കോൺഗ്രസ് നിർദ്ദേശമനുസരിച്ച് കോൺഗ്രസിന്റെ പിന്തുണയോടെ തങ്ങൾ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായത്. ഭരണമേറ്റതോടെ ഭരണസ്വാധീനം ഉപയോഗിച്ച് ജീവനക്കാരെ സ്ഥലം മാറ്റിയും നിർബന്ധിച്ച് ലീവെടുപ്പിച്ചും CPM ഭരണസ്തംഭനമുണ്ടാക്കി. ഫണ്ട് ചെലവഴിക്കാൻ മാർഗമില്ലാതെ വന്നതോടെ പഞ്ചായത്തിൽ ദിവസങ്ങളോളം സമരം നടത്തുകയും ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഒട്ടനവധി ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തിയ ഭരണസമിതിയെ അട്ടിമറിക്കാനാണ് CPM ശ്രമിച്ചത്. അനധികൃത ക്വാറി നടത്തി 75 ലക്ഷം ഫൈൻ വന്ന പഞ്ചായത്ത് മെമ്പറെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും ഭരണമാറ്റത്തിന് CPM ശ്രമിച്ചു. ജനത്തിനും പ്രകൃതിക്കും ദോഷമാകുന്ന അനധികൃത ക്വാറി, വെടിമരുന്ന് കമ്പനികൾക്ക് ലൈസൻസ് നൽകാൻ വിസമ്മതിച്ചതോടെ CPM-ഉം കോൺഗ്രസിലെ ചിലരും ഒന്നിച്ചാണ് CPM-ന്റെ നേതൃത്വത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. പ്രമേയം സംബന്ധിച്ച് കോൺഗ്രസ് വാക്കുപാലിച്ചില്ല. നാളിതുവരെയില്ലാത്ത വികസന പരിപാടികളാണ് 2.25 വർഷത്തിനിടെ നടത്തിയത്.
പഞ്ചായത്തിലെ ചില മെമ്പർമാരുടെ അനധികൃത ഇടപാടുകളും നിയമവിരുദ്ധതയും തുറന്നു കാണിച്ച് ജനകീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മുൻ പ്രസിഡന്റ് കൽപ്പനാദേവി, വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ എന്നിവർ പറഞ്ഞു. എന്ന് പറയുന്നത് അവിടെ ഒന്നും കക്ഷികളൊന്നുമില്ല. അവർ 3 രാഷ്ട്രീയ പാർട്ടികളും ഒന്നാണ്. ഞങ്ങൾ മാത്രമാണ് പ്രതിപക്ഷങ്ങളായി അവിടെ വർക്ക് ചെയ്തത്. അവര് എല്ലാത്തിലെയും പങ്കാളികളാണ്, എല്ലാത്തിലെയും ഒന്നാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ പരിശോധിക്കണം. അങ്ങനെയാണല്ലോ ഇപ്പൊ ഭരണം എന്നതും നേരത്തെ BJP സഹായിച്ച് CPM ഭരണത്തിൽ കയറി, ഇപ്പോ CPM സഹായിച്ച് കോൺഗ്രസ് ഭരണത്തിൽ കയറിയിട്ടുള്ളത്. അപ്പോ ഞങ്ങൾ അപ്പോഴും പറഞ്ഞു പാർട്ടി ഏറ്റെടുത്ത് ഇതിലെ പാർട്ടിനോട് നന്ദിയുണ്ടായിരുന്നു, കോൺഗ്രസ് പാർട്ടിനോട് ഞങ്ങൾക്ക് നന്ദിയുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, മോഹൻ സാർ എന്ന് പറഞ്ഞ സാർ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, ACC സെക്രട്ടറിയാണ്. അപ്പൊ ഞങ്ങളെ വിളിച്ച് ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന 3 മെമ്പർമാർക്ക് വോട്ട് ചെയ്യാം എന്ന് വ്യക്തമായ നിലപാട് നമ്മുടെ സ്വതന്ത്ര മെമ്പർമാർ 3 പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പാർട്ടി ഞങ്ങളെ അറിയിച്ചിട്ടേ ഇല്ല. 10:30 വരെ ഞങ്ങൾ വൈകിട്ടും വിളിച്ചു. അവശേഷ പ്രമേയം നമ്മെ കൊണ്ടുവന്ന ശേഷം തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വരെ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിനെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ തലേ ദിവസം വിളിച്ചു ഞങ്ങൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന 3 മെമ്പർമാർക്ക് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ്. എന്നാലും 2.25 കൊല്ലം ഭരണം കൊടുത്തവരാണല്ലോ. അതിന് നന്ദി മനസ്സിലാക്കിക്കൊണ്ട് കൂറുമാറി പോയ മെമ്പർമാർക്ക് വോട്ട് ചെയ്യില്ല, 3 മെമ്പർമാർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാന്നുള്ളത് ഉന്നയിച്ച് പാർട്ടിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ടായത് മുതൽ ഏകദേശം 7 കൊല്ലമാണ്, 7.25 കൊല്ലമാണ് സ്വതന്ത്രം ഭരിച്ചിട്ടുള്ളത്. ബാക്കി കംപ്ലീറ്റ് CPM ആണ് അവിടെ ഭരണം ചെയ്തിട്ടുള്ളത്. ഇപ്പോ വികസനത്തിന്റെ കാര്യത്തിൽ സത്യത്തിൽ അവർക്ക് കുറെ ഇല്ലീഗൽ ലൈസൻസുകൾ വേണമെന്ന് അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നും കാണുന്നില്ല. എല്ലാവർക്കും കുറെ കൂടെയുള്ള സഹപാഠികൾ തന്നെ പലരും റെക്കമെൻഡ് ചെയ്ത് നമ്മളെ കൊണ്ടൊക്കെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഞങ്ങളെ സംബന്ധിച്ച് അതിന് ഈ നിമിഷം വരെ ഈ 2.25 കൊല്ലം 27 മാസത്തിന്റെ ഇടയിൽ ഒരു സമരമോ ഞങ്ങൾക്കത് ഒരു വിരൽ ചൂണ്ടാനോ ഒരവസരം കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല, ഈ 60 കൊല്ലത്തിന്റെ ഇടയിൽ ഇന്ന് വരെ മുതലോടെ കാണാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഒരു 4 കാര്യങ്ങൾ നിങ്ങളുടെ ലിസ്റ്റിൽ തരുന്നുണ്ടെങ്കിൽ പറയാം. നമ്മുടെ കേരളത്തിലൂടെ ഒരു വനപാത. ആദിവാസി സംരക്ഷണ സംഘം നേതാവ് നീലിപ്പാറ മാരിയപ്പനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായിയിൽ പഴയ ആശുപത്രി കെട്ടിടം പൊളിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലായി. ഉദ്ഘാടനത്തിന് കാത്തുനിൽക്കാതെ ആശുപത്രിയുടെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി. 100 വർഷത്തോളം പഴക്കമുള്ള പഴയ ഓടിട്ട കെട്ടിടം ചോർന്നൊലിച്ചും ചിതലരിച്ചും തകർച്ചയുടെ വക്കിലായിരുന്നു. ശക്തമായ കാറ്റടിക്കുമ്പോൾ ജീവനക്കാരും രോഗികളും ഭയത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. PP സുമോദ് MLA ഫണ്ടിൽ നിന്നും 60 ലക്ഷം രൂപ ചെലവഴിച്ച പുതിയ കെട്ടിടം പണി തീർത്തിട്ട് 1 വർഷത്തിലേറെയായിരുന്നു. പഴയ കെട്ടിടം സുരക്ഷിതമല്ലെന്ന കാരണത്തിലാണ് അടിയന്തരമായി പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റിയത്. പുതിയ കെട്ടിടത്തിലും സൗകര്യങ്ങൾ പരിമിതമാണ്. രോഗികൾക്ക് ഇരിക്കാൻ സൗകര്യങ്ങളൊന്നുമില്ല. ജീവനക്കാർക്കും വേണ്ടത്ര സൗകര്യങ്ങളായിട്ടില്ല. എങ്കിലും തകർന്നു വീഴാവുന്ന മേൽക്കൂരയ്ക്ക് താഴെ ഇരിക്കുമ്പോഴുള്ള ഉൾക്കിടിലം ഇല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള നവീകരണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. സ്റ്റേഷനിൽ എല്ലാ പ്ലാറ്റ്ഫോമുകളിലേക്കും ലിഫ്റ്റ് സൗകര്യം ഒരുങ്ങുകയാണ്. പഴയ ലിഫ്റ്റിന് പുറമെയാണ് റെയിൽവേ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത് പുതിയ ലിഫ്റ്റ് ഒരുങ്ങുന്നത്. ഇനി മുതൽ 7 പ്ലാറ്റ്ഫോമുകളിലേക്കും ലിഫ്റ്റ് വഴി യാത്രക്കാർക്ക് എളുപ്പത്തിൽ എത്താനാകും. 1, 2, 3 പ്ലാറ്റ്ഫോമുകളിലേക്ക് ആദ്യഘട്ടത്തിൽ ലിഫ്റ്റ് പ്രവർത്തിച്ചിരുന്നെങ്കിലും പിന്നീട് നടപ്പാത അടച്ചതോടെ ലിഫ്റ്റിന്റെ പ്രവർത്തനവും നിർത്തുകയായിരുന്നു. ഇതോടെ യാത്രക്കാരും ദുരിതത്തിലായി. 7 പ്ലാറ്റ്ഫോമുകൾക്കായി ആകെയുള്ള 2 നടപ്പാലങ്ങളിൽ 1 പൊളിച്ച് മാസങ്ങൾ പിന്നിടുകയാണ്. ഇതുവരെയും പാലത്തിന്റെ പ്രവൃത്തികൾ തുടങ്ങിയിട്ടില്ല. പുതിയ ലിഫ്റ്റ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ യാത്രക്കാർക്ക് വേഗത്തിൽ പ്രവേശിക്കാനാകും. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള സ്റ്റേഷൻ നവീകരണം അവസാന ഘട്ടത്തിലാണിപ്പോൾ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലക്കിടിയിൽ ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെയും ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ ഫാസ്റ്റ് ഫുഡ് ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി. ലക്കിടിയിലെ അമാന ഹോട്ടലിൽ നിന്നാണ് പഴകിയ സാധനങ്ങൾ പിടിച്ചെടുത്തത്. ഇത് 6ാം തവണയാണ് ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടുന്നത്. ഇതിനു മുമ്പ് 2 തവണ ഹോട്ടൽ അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. 3 തവണ 10,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. പിടികൂടിയ ഭക്ഷണ സാധനങ്ങൾ ആരോഗ്യവകുപ്പ് നശിപ്പിച്ചു.
ഹോട്ടൽ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി. 10,000 രൂപ പിഴയും ഈടാക്കി. ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ച 3 കുട്ടികൾക്ക് വയറിളക്കം ഉണ്ടായതിനെ തുടർന്ന് ലഭിച്ച പരാതിയെ തുടർന്നാണ് ആരോഗ്യവകുപ്പും പഞ്ചായത്തും ചേർന്ന് മിന്നൽ പരിശോധന നടത്തിയത്. ഉച്ചയ്ക്ക് 12 മണിയോടെ പരിശോധന സമാപിച്ചു. ലൈസൻസ് കാലാവധി കഴിഞ്ഞിട്ടും പുതുക്കാതെയാണ് ഹോട്ടലിന്റെ പ്രവർത്തനം. പ്ലാസ്റ്റിക് അടുപ്പിലിട്ട് കത്തിക്കുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സജിത്, പേരൂർ HIMV അഖിലേഷ്, ജയശ്യമാരായ S സുധീഷ്, P സനിത, HI കൃഷ്ണപ്രസാദ്, ജീവനക്കാരി T സൈനബ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. റെയിൽവേ ഫെൻസിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാണിയംകുളം, ചോറോട്ടൂർ, തെക്കുമുറി പ്രദേശവാസികൾ നേരിടുന്ന പ്രതിസന്ധി ഒഴിവാക്കാൻ നടപടി വേണമെന്ന് BJP. ആവശ്യമുന്നയിച്ച BJP നേതാക്കൾ DRMനെയും എഞ്ചിനീയറെയും കണ്ടു. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ, വാണിയംകുളം പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ AP പ്രസാദ്, CV രവീന്ദ്രൻ, P രാജേഷ് എന്നിവരടങ്ങിയ സംഘമാണ് ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ട് ജനങ്ങളുടെ പ്രയാസം ബോധ്യപ്പെടുത്തിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. CPI ജില്ലാ കമ്മിറ്റി അംഗം R മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളികൾക്ക് ദേശീയ നിയമം നടപ്പിലാക്കുക, അവശരായ കർഷക തൊഴിലാളികളെ സർക്കാർ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച്. നേതാക്കളായ ഇന്ദ്രജിത് ഗുപ്ത ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു, ഈ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, വീടുകളിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 ദിവസമെങ്കിലും അവർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. പൊതുമിനിമം പരിപാടിയിൽ നമ്മൾ മുന്നോട്ട് വെച്ച ആശയമായിരുന്നു അത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യവ്യാപകമായി ഇത്തരം ഒരു തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത്. P ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. A നാരായണൻ, EK ബാലകൃഷ്ണൻ, CP രാധാകൃഷ്ണൻ, M ജയകൃഷ്ണൻ, KV ബാബു, KV ദാസൻ, KG സുരേഷ്, MS വേലായുധൻ, CP രാമകൃഷ്ണൻ, K വാസുദേവൻ, TK മണി എന്നിവർ സംസാരിച്ചു. പാലക്കാട് മണ്ഡലം സെക്രട്ടറി N തങ്കപ്പൻ സ്വാഗതവും സുരേഷ് കണ്ണാടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചേലക്കരയിൽ കട ഉടമ ലഡു കടം നൽകാത്തതിനെ തുടർന്ന് മദ്യലഹരിയിലെത്തിയ യുവാക്കൾ കട ഉടമയെ ക്രൂരമായി മർദ്ദിക്കുകയും കട തകർക്കുകയും ചെയ്തു. യുവാക്കളെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മദ്യലഹരിയിൽ ലഡു കടം നൽകാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കം മർദ്ദനത്തിലും കട തകർക്കുന്നതിലും കലാശിച്ചു. ചേലക്കര തോന്നൂർക്കരയിൽ മുരളി സ്വീറ്റ്സ് എന്ന സ്ഥാപനം നടത്തുന്ന മണ്ണാർക്കാട് സ്വദേശി മുരളി 49-കാരൻ മുരളിക്കാണ് ക്രൂരമർദ്ദനമേറ്റത്. സംഭവത്തിൽ കടയുടെ സമീപത്ത് താമസിക്കുന്ന ചേലക്കര തോന്നൂർക്കര പടിഞ്ഞാറ്റുമുറി മനപ്പടിക്കൽ വീട്ടിൽ 46 വയസ്സുള്ള വിനു, കളരിക്കൽ വീട്ടിൽ 43-കാരൻ സന്തോഷ് എന്നിവരെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു. ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം നടന്നത്. മദ്യലഹരിയിൽ തോന്നൂർക്കര ഭാഗത്തുള്ള കള്ളുഷാപ്പിന് സമീപമുള്ള മുരളിയുടെ കടയിലെത്തിയ വിനുവും സന്തോഷും ലഡു കടമായി ആവശ്യപ്പെട്ടു. എന്നാൽ കടം നൽകാൻ മുരളി വിസമ്മതിച്ചതോടെ പ്രകോപിതരായ ഇരുവരും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ മുരളിയുടെ മുഖത്തും ശരീരത്തിലും ഗുരുതരമായ പരിക്കുകളേറ്റു. മർദ്ദനത്തിന് പുറമെ മുരളിയുടെ കടയും പ്രതികൾ തകർക്കുകയും ചെയ്തു. ഉടൻ തന്നെ മുരളി ചേലക്കര പോലീസിൽ പരാതി നൽകി. മുരളി ആശുപത്രിയിൽ ചികിത്സ തേടി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കര റെയിൽവേ സ്റ്റേഷനു സമീപം റെയിൽവേ ട്രാക്കിൽ സിവിൽ പോലീസ് ഓഫീസർ ട്രെയിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് മുട്ടിക്കുളങ്ങര KAP 2 ബറ്റാലിയനിലെ സിവിൽ പോലീസ് ഓഫീസർ ട്രെയിനി 29 വയസ്സുള്ള അഭിജിത്തിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ വിയ്യൂർ പുതുക്കാട് KS രാമചന്ദ്രന്റെ മകനാണ്. കഴിഞ്ഞ 1-ാം തീയതി ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്ത അഭിജിത്ത് തിങ്കളാഴ്ച PSC പരീക്ഷ എഴുതാനായി തൃശൂരിലേക്ക് പോയിരുന്നു. യാത്രയുടെ ഭാഗമായി സ്വവസതിയിലും പോയ ശേഷമാണ് പാലക്കാട്ടേക്ക് മടങ്ങിയത്. തൃശൂരിൽ നിന്നും ട്രെയിൻ കയറിയ അഭിജിത്ത് മങ്കര സ്റ്റേഷനിൽ ഇറങ്ങുകയായിരുന്നു. തുടർന്ന് രാത്രി 8:40 ഇതുവഴി പാലക്കാട് ഭാഗത്തേക്ക് കടന്നുപോയ മങ്കര റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പില്ലാത്ത എക്സ്പ്രസ് ട്രെയിനിന് മുന്നിൽ പെടുകയായിരുന്നു. തുടർന്ന് അപകടം ശ്രദ്ധയിൽപ്പെട്ട ലോക്കോ പൈലറ്റ് പറളി റെയിൽവേ സ്റ്റേഷനിലും തുടർന്ന് മങ്കര പോലീസിലും അറിയിക്കുകയായിരുന്നു. മങ്കര പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. നിമിയാണ് അഭിജിത്തിന്റെ അമ്മ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 1 വർഷത്തോളമായി പറളി പഞ്ചായത്ത് ഹാളിന്റെ സീലിംഗ് അടർന്നു വീണിട്ട്. ഇപ്പോൾ പഞ്ചായത്ത് അംഗങ്ങളുടെ ഇരിപ്പിടം കോവിഡ് വാർ റൂമിലാണ്. ഇത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ അനാസ്ഥയാണ് എന്ന് BJP അംഗങ്ങൾ ആരോപിച്ചു. പറളി പഞ്ചായത്ത് ഓഫീസിലെ മീറ്റിംഗ് ഹാളാണ് തകർച്ചയുടെ വക്കിലുള്ളത്. മീറ്റിംഗ് ഹാൾ തകർന്നതിനെ തുടർന്ന് 1 വർഷമായി ബോർഡ് മീറ്റിംഗ് നടത്തുന്നതും പഞ്ചായത്ത് അംഗങ്ങളുടെ വിശ്രമമുറിയും പഞ്ചായത്തിലെ കോവിഡ് വാർ റൂമിലാണ്. പഞ്ചായത്ത് ഓഫീസിലെ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ കേടായിട്ടും 1 വർഷമായി.
മീറ്റിംഗ് ഹാൾ അറ്റകുറ്റപ്പണിക്കും ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ നന്നാക്കാനും ബോർഡ് മീറ്റിംഗിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറി താൽപര്യം കാണിക്കാത്തതാണ് പണി നടത്താൻ സാധിക്കാത്തതെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നു. പഞ്ചായത്ത് ഭരണസമിതിയും ഇക്കാര്യത്തിൽ സജീവമായി ഇടപെടണമെന്ന് പ്രതിപക്ഷമായ BJP അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പറളി ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറി നിർവഹണം ചെയ്യേണ്ടതായിട്ടുള്ള പദ്ധതികൾ ഒന്നും മീറ്റിംഗ് ഹാൾ നവീകരണം, അതേമാതിരി തന്നെ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ വാങ്ങിക്കൽ, കുടിവെള്ളത്തിൻ്റെ പുതിയ മോട്ടർ സ്ഥാപിക്കൽ, അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ എല്ലാം തന്നെ ഒന്നും ഒരു പ്രവൃത്തിയും നടക്കാത്തൊരു അവസ്ഥയാണ്. ആ മീറ്റിംഗ് ഹാള് നവീകരണത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പദ്ധതി പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ഒരു വർഷമായി മീറ്റിംഗ് ഹാളിൻ്റെ മേലെ ഷീറ്റിട്ടതിൻ്റെ അടിയിൽ സീലിംഗ് അടിച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം അടന്നു വീഴുന്ന അവസ്ഥയാണ്. അപ്പോൾ അത് കാരണം 6 മാസമായിട്ട് മീറ്റിംഗ് പോലും മീറ്റിംഗ് ഹാളിൽ നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ്. കാരണം ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഈ മേലത്തെ സീലിംഗ് അടന്നു വീഴുന്ന അവസ്ഥ. അതുമാതിരി തന്നെ ഈ ഇടയ്ക്ക് കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ റിപ്പയറായിട്ട് ഏകദേശം 10-15 ദിവസത്തോളം കുടിവെള്ളമില്ലാത്ത അവസ്ഥയും, അതേമാതിരി തന്നെ ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുപോകുന്ന അവസ്ഥയിലൊക്കെ എത്തി. ആ മോട്ടർ വാങ്ങാനുള്ള പദ്ധതിയെല്ലാം പ്രൊജക്റ്റ് വെച്ചിട്ട് അത് നടപ്പിലാക്കാൻ സെക്രട്ടറി തയ്യാറാവുന്നില്ല. അതേമാതിരി തന്നെ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ 8 മാസമായിട്ട് കംപ്ലൈൻ്റാണ്. ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനും വളരെ അധികം ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒട്ടനവധി ജിംനേഷ്യം, വനിതാ ജിംനേഷ്യത്തിൻ്റെ എല്ലാവിധ ഉപകരണങ്ങളും വാങ്ങിക്കൊണ്ട്, നല്ല ഇനം ഉപകരണങ്ങൾ തന്നെ വാങ്ങിക്കൊണ്ടുവന്നെല്ലാം വെച്ചിട്ടുണ്ടെങ്കിലും അത് വർഷങ്ങളായിട്ട് പഞ്ചായത്തിൻ്റെ ഇപ്പം അത് മുൻപ് മാവേലി സ്റ്റോർ ഇരുന്ന ഭാഗത്താണ് അതിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ആക്കാൻ കഴിഞ്ഞിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പോലീസുകാരുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ നിരന്തരം പോരാടിയ വ്യക്തിയായിരുന്നു ബേബി ചെറിയാനെന്ന് മുൻ SP MK പുഷ്കരൻ. പാലക്കാട് KPPA സംഘടിപ്പിച്ച ബേബി ചെറിയാൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജോലിഭാരവും വ്യക്തിസ്വാതന്ത്ര്യ പരിധികളുമുള്ള കാലത്താണ് ബേബി ചെറിയാൻ സർവീസിൽ പ്രവേശിക്കുന്നത്. വ്യക്തിബന്ധം സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ സേനയുടെ പരാധീനതകളെ ചൊല്ലി അധികാരികളുമായി അദ്ദേഹം കലഹിച്ചു. പോലീസ് സേന ഇന്ന് നേടിയെടുത്ത നേട്ടങ്ങൾക്ക് പിന്നിൽ ബേബി ചെറിയാൻ്റെ സമരമുണ്ട്. അധികാര പരിധികൾ ലംഘിക്കാതെ തന്നെ അവകാശങ്ങൾക്കായി എങ്ങനെ അധികാരികളുമായി കലഹിക്കാമെന്നതിൻ്റെ മാതൃകയാണ് ബേബി ചെറിയാനെന്നും MK പുഷ്കരൻ പറഞ്ഞു. പ്രിൻസിപ്പൽ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തിൻ്റെ അനുസ്മരണമുണ്ട്, അതിൽ പങ്കെടുത്തതിന് ശേഷമേ എനിക്ക് വരുവാൻ പറ്റൂ എന്നുള്ളത് ഞാൻ അവരെ അറിയിക്കുകയും ചെയ്തു. കാരണം എനിക്ക് അദ്ദേഹത്തോട് കാണിക്കാം, അല്ലെങ്കിൽ ഈ പോലീസ് സേനയോട് കാണിക്കാമെന്ന് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു സ്നേഹപ്രകടനമാണ്. സ്നേഹമുണ്ട് എന്ന് പറയുന്ന കാര്യത്തിൽ അത് കാണിക്കാനുള്ളതും അതുപോലെ പ്രകടിപ്പിക്കാനുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് നമ്മൾ പൂച്ചെണ്ടുകൾ അല്ലെങ്കിൽ പൂവുകൾ കൊടുക്കുവാൻ വേണ്ടി മരിച്ചതിന് ശേഷമല്ല, ജീവിച്ചിരിക്കുമ്പോൾ പറ്റുമെങ്കിൽ പൂച്ചെണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും പുഞ്ചിരിക്കാൻ, സംസാരിക്കാൻ, നല്ല ബന്ധങ്ങൾ വെക്കാം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും പേരെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊരു ഞാൻ ചെറുതായിട്ട് ഞാൻ കാണുന്നില്ല. എന്നോടൊപ്പം ജോലി ചെയ്ത് അല്ലെങ്കിൽ അടുത്ത് ജോലി ചെയ്ത് ഒക്കെ ജോലി ചെയ്ത ആൾക്കാർ നമ്മളെ കാണുമ്പോൾ അപ്പോൾ സ്നേഹം അന്വേഷിക്കും, അവരുടെ ആരോഗ്യത്തെപ്പറ്റി ചോദിക്കുന്നു, മക്കളെപ്പറ്റി ചോദിക്കുന്നു, നമുക്ക് പ്രിയപ്പെട്ടവരെ ചോദിക്കുമ്പോൾ ഇതൊന്നും അല്ലാതെ വേറൊന്നുമല്ല ലോകത്തിലെ സന്തോഷം. KPPA ജില്ലാ പ്രസിഡന്റ് C ശാന്തകുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ DYSP VS മുഹമ്മദ് കാസിം, അസോസിയേഷൻ ഭാരവാഹികളായ KT രാമദാസ്, K ബാലകൃഷ്ണൻ, K രാജൻ, മണികണ്ഠൻ, കുമാരൻ, M ഉമ്മർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. DYFI പനയൂർ ചങ്ങലംചിറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ SSLC+2 വിജയികളെ അനുമോദിച്ചു. അനുമോദന സദസ്സ് ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KP സുധീർ ഉദ്ഘാടനം ചെയ്തു. സ്ഥാപനമായാലും ഈ പരീക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കുട്ടികൾ, അവർ 10 വർഷക്കാലം പഠിച്ച കുട്ടികളെല്ലാവരും മികച്ച മാർക്കോടുകൂടി വിജയം നേടാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് വലിയ തുക സർക്കാർ ചെലവഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പാഠപുസ്തകത്തിനും നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട്. DYFI ചങ്ങലംചിറ യൂണിറ്റ് പരിധിയിലെ 22ഓളം വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. DYFI കൂനത്തറ മേഖലാ ട്രഷറർ കിരൺ, ജോയിന്റ് സെക്രട്ടറി സുജിത്ത്, യൂണിറ്റ് ഭാരവാഹികളായ മഹേഷ്, ജിതിൻ, നികേഷ്, ബാലസംഘം യൂണിറ്റ് സെക്രട്ടറി അനഘ എന്നിവർ പ്രസംഗിച്ചു.
ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒരാഴ്ചയായി നടന്നു വന്നിരുന്ന ചേലക്കരയുടെ പ്രേക്ഷിതൻ ആന്റണി തച്ചുപറമ്പലിന്റെ 62ാം ശ്രദ്ധാചരണം സെന്റ് മേരീസ് ഫെറോന ദേവാലയത്തിൽ ഭക്തിയാദരപൂർവ്വം സമാപിച്ചു. ആയിരങ്ങൾ പങ്കെടുത്ത ദിവ്യബലിക്ക് പാലക്കാട് രൂപത മെത്രാൻ അഭിവന്ദ്യ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു. ഒരുപറ്റം മനുഷ്യർ അവരുടെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് സ്നേഹമുള്ളവരെ ഞാനും നിങ്ങളും കത്തോലിക്ക വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്. അതിനുവേണ്ടിയാണ് ഒരാൾ വൈദികനാണ്. ഏതെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട ചില മനുഷ്യർക്ക് വേണ്ടിയാണ്, ഒരിക്കലുമല്ല. മാർപ്പാപ്പ മുതൽ ഒരു സാധാരണ വിശ്വാസം വരെയുള്ള സകലമായ വിശ്വാസികൾക്കും ഒരു വൈദികന്റെ ശുശ്രൂഷ ആവശ്യമില്ല. മാമോദീസ മുതൽ ശബത്തങ്ങൾ വരെ അതിനപ്പുറത്തേക്കും ഒരു വൈദികന്റെ ശുശ്രൂഷ ആവശ്യമില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരും മരിച്ചു പോയാലും അവർക്ക് വേണ്ടി വിലർപ്പിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഒരു വൈദികന്റെ ശുശ്രൂഷ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ പറയും, അന്തോണീസിനെ നമ്മുടെ ബഹുമാനിക്കുന്നത്. നല്ല ഇടയനായി ചേലക്കര പ്രദേശത്തിനായി ജീവിതം സമർപ്പിച്ച ദൈവദാസൻ ആന്റണി തച്ചുപറമ്പിലച്ചൻ സമൂഹത്തിന് എന്നും മാതൃകയാക്കാവുന്ന ജീവിതമാണ് നയിച്ചതെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഫാദർ സെബാസ്റ്റ്യൻ ചാലയ്ക്കൽ, ഫാദർ പോൾ പുളിക്കൻ, ഫാദർ സിൻഡോ ചാലിശ്ശേരി, ഫാദർ അമൽ വലിയ വീട്ടിൽ എന്നിവർ സഹകാർമ്മികരായി. ആയിരങ്ങൾ പങ്കെടുത്ത ശ്രാദ്ധഊട്ട് ഫാദർ ജോയൽ ചെറുവത്തൂർ ആശീർവദിച്ചു. ഫാദർ ചാക്കോ ചിറമേൽ, ഫാദർ ബിനോ പാറോക്കാരൻ, ഫാദർ പീറ്റർ മണിക്കുറ്റി, മറ്റു വൈദിക ശ്രേഷ്ഠർ, നൂറുകണക്കിന് സന്യസ്തരുടെയും മഹനീയ സാന്നിധ്യത്താൽ ചടങ്ങുകൾ സമ്പുഷ്ടമായി. റവറന്റ് ഫാദർ ജൈസൺ പുലിക്കോട്ടിൽ, ഫാദർ മേജോ മുത്തുപീടിക, തോമസ് പാറേക്കാടൻ, CB കൊള്ളിക്കുളവൽ, ജോസ് കാട്ടൂർ, ജോൺസൺ വടക്കൂട്ട്, പ്രദീപ് ഉപ്പാംതടം, സജി കിള്ളിമംഗലം, സാജു കരിക്കേടത്ത്, സ്റ്റീഫൻ ചാലയ്ക്കൽ, ലീന ജോയ്, സുമി സിബി, ജോർജ് തെക്കത്, ഫ്രാൻസിസ് മുട്ടത്ത് എന്നിവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കഴിഞ്ഞ ദിവസം മരിച്ച തൃശൂർ പൂരം തിരുവമ്പാടി മഠത്തിൽ വരവ് ഇലത്താള പ്രമാണി ചേലക്കര സൂര്യന് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ അന്ത്യയാത്ര നൽകി. ഇവർ പ്രദീപ് MLA, തിരുവല്ലോമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ഉദയൻ തുടങ്ങിയവരും സഹപ്രവർത്തകരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. പ്രിയപ്പെട്ട ചേലക്കര സൂര്യേട്ടൻ കലയിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനാണ്. കേരളത്തിനകത്തും പുറത്തുമെല്ലാമായി അദ്ദേഹം ധാരാളം പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നേടിയ വ്യക്തിയും കൂടിയാണ്. ചേലക്കരയുടെ ഒരു അഭിമാനം കൂടിയാണ് പ്രിയപ്പെട്ട ചേലക്കര സൂര്യേട്ടൻ. അദ്ദേഹത്തിന്റെ വേർപാട് ചെറിയ നഷ്ടമല്ല കലാരംഗത്തുള്ളായിട്ട്, നമുക്ക് തീരാത്ത നഷ്ടമാണ്. ഏകദേശം ഒരു 50 കൊല്ലമായിട്ട് ഏറ്റവും അടുത്ത പരിചയത്തിലുള്ള ഒരു എൽത്താളക്കാരൻ, പിന്നെ എൽത്താള പ്രമാണിയായി ഞങ്ങൾ ഒരുമിച്ച് അനവധി പരിപാടികൾക്ക് 4 ദിവസം മുമ്പ് വരെ കൂടി എല്ലാ പരിപാടികൾക്കും വളരെ സൗഹൃദത്തോടു കൂടി നല്ല നിലയ്ക്ക് തൊഴിൽപരമായിട്ടും അതെ വ്യക്തിപരമായിട്ടും അതെ. ചേലക്കര സൂര്യൻ എന്ന് പറയുന്ന മഹാവിദ്വാൻ എൻ്റെ പെങ്ങളുടെ മൂത്ത മകളുടെ ഭർത്താവും കൂടിയാണ്. ഞങ്ങള് 10-50 കൊല്ലമായി ഒരു സഹോദരന്മാരെമാരിയാണ് ഞാനും സൂര്യനും അടുത്ത് പഴകിയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചതിന് ശേഷമേ ചെയ്യാറുള്ളൂ. എന്തായാലും സൂര്യന്റെ വേർപാട് ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ കലാകാരന്മാർക്ക് എല്ലാവർക്കും കമ്മിറ്റിക്കാർക്കും ഒരു തീരാ നഷ്ടം തന്നെയാണ്. കേരളത്തിലെ പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു വാദ്യ കലാകാരനായിരുന്നു ചേലക്കര സൂര്യൻ. അദ്ദേഹം ഈ പ്രദേശത്തെ അറിയപ്പെടുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും അതിൻ്റെ പ്രാമാണികത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെ വളരെ പ്രശസ്തമായ രീതിയിൽ ഈ രംഗത്ത് പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ മരണം ഒരു അകാല മരണമായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റുള്ളൂ. മാറ്റുലി.
കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം ഗുരുതര സാമൂഹിക പ്രശ്നമായി മാറിയിട്ടുണ്ട്. കാട്ടുപന്നികൾക്കു പുറമെ മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന മറ്റു വന്യജീവികളെയും കൊല്ലാൻ സംസ്ഥാനങ്ങൾക്ക് അനുമതി ലഭ്യമാകുന്നതിന് കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആവശ്യത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? മാറ്റോലിയിലേക്ക്. പിന്നെ ജനങ്ങളുടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുന്നതിനും പന്നിനെ നശിപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എല്ലാ മേഖലകളിലും പന്നി ജനങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. വാഹനങ്ങളിൽ പോണവരുടെ പിന്നെ ഇടിച്ചിട്ടും പിന്നെ അതുപോലെ കൃഷി ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് പന്നീൻ്റെ ഉപദ്രവം പന്നിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഗവൺമെൻറ് ഇറക്കുക തന്നെ വേണം. അത് എല്ലാ മേഖലകളിലും വേണം. ഇത് പന്നിനെ വെടിവെച്ച് കൊല്ലാന്ന് പറഞ്ഞിട്ടിപ്പോൾ ഗവൺമെൻറ് ഒരു ആളിനെ അയച്ചിട്ട് അയാൾ വന്ന് വെടിവെച്ച് കൊന്നിട്ടൊന്നും പന്നിക്ക് തീരുമില്ല, അപകടങ്ങൾ ഒഴിവാകുമില്ല, കൃഷിനാശവും ഒഴിവാകില്ല. കൃഷിക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്തു. ഇന്ന് പത്രം വായിക്കുമ്പോൾ പത്രത്തിൽ കണ്ടൊരു വിവരമാണ്, കേന്ദ്രത്തിൽ നിന്ന് ഈ പന്നിനെ കൊല്ലാനുള്ള ഇത് നമ്മൾ അപേക്ഷ കൊടുത്തിരുന്നു കേന്ദ്രത്തിൽ. അത് തള്ളിയതായിട്ടാണ് കണ്ടത്. ശരിക്കും അതിനെ കൊല്ലാനുള്ള അനുമതി അവിടെ തരേണ്ടതാണ്. കാരണം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കൃഷിയുള്ള ആളാണ്, പട്ടാപകലാണ് കൃഷി നശിപ്പിക്കുന്നത്. വീട്ടിന് ഉമ്മറത്ത് കൂടെ നടക്കുന്നത് പന്നി. ഒരുപാട് ശല്യമാണ് നമുക്കും. റോട്ടിൽ നടക്കുന്ന ആൾക്കാർക്കും, നിരന്തരം റോട്ടിൽ വണ്ടിയും കൊണ്ട് പോണവരും, രാവിലെ എണീച്ച് പ്രഭാത സവാരിക്ക് പോണവരും, ഇവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കാരണം ഇത് മുമ്പിൽ വന്ന് ചാടണം കൊണ്ട് ഒരുപാട് അപകടങ്ങൾ മനുഷ്യനും വാഹനത്തിനും പറ്റുന്നുണ്ട്. പിന്നെ തൊടിയിൽ കൂടെ നടക്കാൻ തന്നെ ഇറങ്ങാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്, പേടിയാണ്. നമ്മുടെ തൊടിയിൽ തന്നെ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള പേടിയാണ്. പകൽ നേരം ആയാലും ശരി, വൈകുന്നേരം ആയാലും ശരി, ഒരുപാട് പന്നികൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും ഇതിനെ കൊല്ലാനുള്ള ഒരു ഓർഡർ കേന്ദ്രം പാസ്സാക്കേണ്ടതാണ്. മാറ്റൊലി. പ്രധാന വാർത്തകൾ വീണ്ടും. കുളപ്പുള്ളി തൃപ്പൂറ്റക്കാവ് പരിസരത്ത് അറവ് മാലിന്യം തള്ളിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി BJP. അവശിഷ്ടങ്ങൾ ഉന്തുവണ്ടിയിലാക്കി ഷൊർണൂർ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ പ്രവർത്തകർ സെക്രട്ടറിയെ ഉപരോധിച്ചു. 1.5 മണിക്കൂറോളം നീണ്ട സമരം അവസാനിപ്പിച്ചത് അറവ് മാലിന്യം തള്ളിയ സാമൂഹ്യവിരുദ്ധരെ ഉടൻ കണ്ടെത്തുമെന്ന് പോലീസ് സാന്നിധ്യത്തിൽ ലഭിച്ച ഉറപ്പിനെ തുടർന്ന്. ശുചിത്വ നഗരസഭയുടെ ഭരണക്കാർ മാലിന്യ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് BJP നേതാക്കൾ. ക്വാറി മാഫിയകൾക്കും വെടിമരുന്ന് കമ്പനികൾക്കും അനുമതി നൽകാതിരുന്നതാണ് മുതലമട പഞ്ചായത്തിൽ ഭരണ അട്ടിമറിക്ക് ഇടയാക്കിയതെന്ന് ആക്ഷേപം. ആരോപണവുമായി രംഗത്ത് വന്നത് മുൻ പഞ്ചായത്ത് അധ്യക്ഷയും ഉപാധ്യക്ഷനും. അഴിമതിയുടെ കാര്യത്തിൽ CPM-ഉം കോൺഗ്രസും BJP-യും ഒറ്റക്കെട്ടെന്നും സ്വതന്ത്രാംഗങ്ങൾ. കോട്ടായിയിൽ പഴയ സർക്കാർ ആശുപത്രി കെട്ടിടം തകർച്ചയുടെ വക്കിൽ. പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിൽ നിന്ന് ആശുപത്രിയുടെ പ്രവർത്തനം മാറ്റി. നടപടി പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് കാത്തിരിക്കാതെ. ലക്കിടിയിൽ ഹെൽത്ത് സ്ക്വാഡിന്റെ മിന്നൽ പരിശോധന. ഫാസ്റ്റ് ഫുഡ് ഷോപ്പിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. അമാന ഹോട്ടലിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടുന്നത് ഇത് 6ാം തവണ. മങ്കര റെയിൽവേ സ്റ്റേഷനു സമീപം റെയിൽവേ ട്രാക്കിൽ സിവിൽ പോലീസ് ഓഫീസർ ട്രെയിനി മരിച്ച നിലയിൽ. മരിച്ചത് മുട്ടിക്കുളങ്ങര KAP-2 ബറ്റാലിയനിലെ ട്രെയിനി 29 വയസ്സുള്ള അഭിജിത്ത്. മുഖമിനുക്കി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള നവീകരണം അവസാന ഘട്ടത്തിൽ. എല്ലാ പ്ലാറ്റ്ഫോമുകളിലേക്കും ലിഫ്റ്റ് സൗകര്യം ഒരുങ്ങുന്നു. പറളി പഞ്ചായത്ത് ഹാളിന്റെ സീലിംഗ് അടർന്നു വീണ് 1 വർഷമായിട്ടും പുതുക്കി പണിയാൻ നടപടിയായില്ല. മെമ്പർമാരുടെ ഇരിപ്പിടം ഇപ്പോൾ കോവിഡ് വാർ റൂമിൽ. പഞ്ചായത്ത് സെക്രട്ടറിയുടെ അനാസ്ഥയെന്ന് BJP അംഗങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.